السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാഹ് നമ്മൾ കാനയിലായിരുന്നു അല്ലേ? കാനയുടെ കാനത്ത് ഫോമുകളും കുന്തു കുന്ത കുന്തി ഫോമുകൾ അല്ലെ, സിംഗുലർ എല്ലാം നമ്മൾ പഠിച്ചു. ഐ യു സ്ത്രീലിംഗം, പുല്ലിംഗം, ഹി ഷി അത് അല്ലെ, അവൻ അവൾ അത്, അത്രയും നമ്മൾ പഠിച്ചു. പിന്നെ കാനയുടെ ഖബർ മൻസൂബായിരിക്കും എന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദോർഫുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലെ. ദോർഫ് 2 ടൈപ്പ് ഉണ്ട്, ദോർഫ് മക്കാനും ദോർഫ് സമാനും എന്ന് പറഞ്ഞ. ദോർഫ് എന്ന് പറഞ്ഞാൽ ക്രിയയുടെ വിശേഷണം, ഏതെങ്കിലും ഒരു വേർബ് നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം അതിനെ സൂചിപ്പിക്കുന്ന കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു. പിന്നെ ദോർഫുകൾ പൊതുവെ മൻസൂബാണെന്നും ദോർഫിന്റെ കൂടെ ഒരു ഇസ്മ വരുമ്പോൾ അത് ഏകദേശം ഇദാഫ കൺസ്ട്രക്ഷൻ പോലെ ആ ഇസ്മിന് അത് മജ്റൂർ ആക്കും എന്നും നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ കുറച്ച് വൊക്കാബുലറി ഉണ്ടായിരുന്നു, എക്സാമ്പിൾസും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതില് നമ്മൾ ഈ ദോർഫുകളിൽ പഠിച്ച 2 ഐറ്റംസ് ഉണ്ട്, ഐന്ദ ആൻഡ് മഅ. ഇവരെ പല രീതിയിൽ മാറി മാറി ഉപയോഗിക്കും. ഓരോ സിറ്റുവേഷനിൽ ഓരോ അർത്ഥങ്ങളാണ്. ഓരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ, ചില സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, ചിലതിൽ യൂസ് ചെയ്യുമ്പോൾ അർത്ഥം മാറുന്നതുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്തൊക്കും മഴയ്ക്കും, അത് തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും മീനിങ് എഴുതുമ്പം ഇതിന് രണ്ടിനും കൂടെ വിത്ത് എന്നുള്ള കൂടെ എന്നും എഴുതാം, ഹാസ് ഓർ ഹാവ് ഉണ്ട്. അതായത് ഐ ഹാവ് എ പെൻ എന്നുള്ള പോലെയും രണ്ടിനും മീനിങ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഓരോ സിറ്റുവേഷനിലും ഇത് രണ്ടും വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് മെയിൻ ആയിട്ട് ഐന്ദ ആണ്, ഐന്ദയും മഴയും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. രണ്ടും ദർഫുകളാണ്. ഐന്ദയും മഴയും. നമ്മൾ പറഞ്ഞു രണ്ടിനും മീനിങ് എഴുതുമ്പം വിത്ത് എന്ന് എഴുതാം അല്ലെ, കൂടെ എന്ന് എഴുതാം. അതേപോലെ എഴുതാവുന്നതാണ് ഹാസ് ഓർ ഹാവ്. ഇംഗ്ലീഷിൽ എഴുതുമ്പം ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനയുണ്ട്. അതായത് എനിക്കുണ്ട്, എൻ്റെ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ എൻ്റെ പൊസിഷനിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഹാസ് ഓർ ഹാവ്. ആ ഒരു അർത്ഥത്തിലും വരാം ഇത് രണ്ടും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എഴുതാണേ. അൽ കിതാബു ഇൻദഹു. അല്ലെങ്കിൽ അൽ കിതാബു മഅഹു. ഇതില് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ദ ബുക്ക് ഇസ് വിത്ത് ഹിം, ആ ബുക്ക് അവന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പം ഇത് രണ്ട് രീതിയിൽ അർത്ഥം വരാം. ഒന്ന്, ബുക്ക് അവന് ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ അവൻ്റെതാണ് ബുക്ക് എന്നുള്ള അർത്ഥത്തിൽ ഹി ഹാസ് ദ ബുക്ക് എന്ന് പറയാം. എന്നാൽ ബുക്ക് അവന്റെ കയ്യിലുണ്ട്, ഓക്കെ, അവന്റെ കയ്യിൽ അപ്പം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ എന്താ പറയാ, എന്റെ അടുത്ത് അല്ലെ, എന്റെ കൂടെ ഉണ്ടെന്നുള്ള അർത്ഥമായിട്ട് വരും. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുമ്പം ഈ മഅ എന്ന് പറയുന്നത് എന്താണ്, വിത്ത് ഹിം നൗ, അവന്റെ കൂടെ അപ്പം ഉണ്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ മഅ ഉപയോഗിക്കുക. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ എനിക്ക് പേന ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പേന ഉണ്ടായിക്കൊള്ളണം എന്നില്ല, മനസ്സിലായില്ലേ? എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് ഇപ്പൊ പേന ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള കേസിൽ എന്താ യൂസ് ചെയ്യും. പക്ഷെ എൻ്റെ കൂടെ ഉണ്ട്, എനിക്കൊരു പേനയുണ്ട്, അത് എൻ്റെ കയ്യിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യും. ചെറിയ വ്യത്യാസങ്ങളാണ് ഈ ഒരു എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളാണ്, ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന കേസിൽ എന്താണ്, ആളുടെ കയ്യിൽ ഉണ്ട്, കൂടെ ഉള്ളപ്പോഴാണ് ഓക്കെ. എന്നാൽ ഇവിടെയോ കയ്യിലില്ല, പക്ഷെ അയാൾക്ക് പേനയുണ്ട്. ഓക്കെ,
നോട്ട് പേനയല്ല ബുക്ക് വിത്ത് ഹിം. നോ, ഇതിന് രണ്ടിനെയും നമുക്ക് ഹി ഹാസ് ദ ബുക്ക് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇതൊരു കുറച്ചൊരു വിയേർഡ് ആയിട്ട് തോന്നും. മെല്ലെ മെല്ലെ ശരിയായിക്കോളൂ കേട്ടോ. ഹി ഹാസ് ദ ബുക്ക്. ഹി ഹാസ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ അൽ കിതാബ് ഇൻദഹു എന്ന് എഴുതിയാലും അൽ കിതാബ് മഅഹു എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. പക്ഷേ ബുക്ക് അയാളുടെ കൂടെയുണ്ട്, ദ ബുക്ക് ഇസ് വിത്ത് ഹിം എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം? മഅ ആയിരിക്കണം. ഓക്കെ, ഇതിന് മാത്രമേ നമുക്ക് ബുക്ക് ഇസ് വിത്ത് ഹിം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഹി ഹാസ് ദ ബുക്ക് എന്നുള്ളത് രണ്ടിനും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, കാരണം ഹി ഹാസ് ദ ബുക്കിന് കയ്യിലുണ്ടെന്നും അർത്ഥം വരാലോ. മനസ്സിലായോ? ചെറിയ വ്യത്യാസമാണ്. മനസ്സിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മഅ എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എഴുതാം. ഇൻദി കിതാബുൻ. മീനിങ് ഐ ഹാവ് എ ബുക്ക്. ഓക്കെ, ഐ ഹാവ് എ ബുക്ക്, അതായത് എനിക്കൊരു ബുക്ക് ഉണ്ട്. ഇറ്റ് ഡസൻ മീൻ, അതായത് ഹിന്ദി കിതാബ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെന്ന് അർത്ഥമില്ല. ഓക്കെ, എനിക്കൊരു ബുക്ക് ഉണ്ട്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സൂറത്ത് അൻആമില് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുൽ ലാ അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാഹു. ഓക്കെ, ഖസാഇനുല്ലാഹി. ഓക്കെ, അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ട്രഷേഴ്സ്, ഖജനാവുകൾ എനിക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇതെവിടെ എൻ്റെ പക്കലുണ്ടെന്നാണ് ട്രാൻസ്ലേഷൻ. പക്ഷെ എന്താണ് എനിക്കുണ്ടെന്ന്, അതായത് അള്ളാന്റെ ഖജന ഉറപ്പായിട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലില്ല എന്ന് എല്ലാവർക്കും, അതായത് അടുത്തുണ്ട് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് എൻ്റെ ഓണർഷിപ്പിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ദി അവിടെ ഓണർഷിപ്പ് ആണ്. ഓക്കെ, പക്കലല്ല ശരിക്കും മീനിങ് വരും. അതാണ് നമ്മൾ ഈ അറബീനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഏത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അതിനൊരു ചെറിയ പരിമിതികളുണ്ട്. നമ്മൾ ഓൾറെഡി തഫ്സീർ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയതാണ്. മനസ്സിലായല്ലേ? അപ്പം ഇന്ദി എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ദ ട്രഷേഴ്സ് ഓഫ് അള്ളാഹ്, അങ്ങനെ ഞാൻ പറയുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് എഴുതാം നമുക്ക്. ആദ്യം ഇംഗ്ലീഷ് എഴുതാണ്, മലയാളം അറബിയിലേക്ക് എഴുതാം. ഡു യു ഹാവ് ഫിഖ് ക്ലാസ് ഇൻ ദ ന്യൂ ബിൽഡിംഗ് ടുഡേ? ഡു യു ഹാവ് ഫിഖ് ക്ലാസ് ഇൻ ദ ന്യൂ ബിൽഡിംഗ്? നിങ്ങൾക്ക് പുതിയ ബിൽഡിങ്ങിൽ ഇന്ന് ഫിഖ് ക്ലാസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊന്നും വേണ്ട, നിനക്ക് പുതിയ ബിൽഡിങ്ങിൽ ഇന്ന് ഫിഖ് ക്ലാസ് ഉണ്ടോ? നിനക്ക് ഇന്ന് പുതിയ ബിൽഡിങ്ങിൽ ഫിഖ് ക്ലാസ് ഉണ്ടോ? പൊതുവെ ദർഫുകൾ വരുമ്പം, അതായത് ദർഫ് ജമാൻ കാലത്തിനെ കാണിക്കുന്ന ദർഫുകൾ അവസാനമാണ് വരിക. ഓക്കെ, അപ്പം അത് മനസ്സിൽ വെക്കുക, എഴുതി നോക്ക്. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, എഴുതി നോക്ക്. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് തെറ്റുന്നത്. ഇതൊക്കെ നമ്മൾ എഴുതി നോക്കിയിട്ടില്ലെങ്കിൽ, കേട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചാൻസ് കിട്ടൂല തെറ്റിച്ചിട്ട് പഠിക്കാൻ. ഓക്കെ, ഞാനും എഴുതാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ കൂടെ ഉണ്ടോ എന്നല്ല ചോദിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പൊ മഴയാണോ എന്റെയാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഓക്കെ, ഡു ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഹൽ യു ഹാവ് എന്തൊക്കെ. ഓക്കെ, മഴ അല്ലാന്ന് അറിയാലോ അല്ലെ. ഹാവ് എന്ന് പറയുന്നത് നിന്റെ കൂടെ ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്, ഉണ്ടോ. ഹാവ് എന്നുള്ള അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്ന ഒരർത്ഥമുള്ള ഹാവ് ആണ് ഇവിടെ. അപ്പം ഉണ്ടോ, നിനക്ക് ഉണ്ടോ. ഹൽ എന്തൊക്കെ ഫിഖ് ക്ലാസ്, ദർസുൽ ഫിഖ്ഹി. ഓക്കെ, ദർസുൽ ഫിഖ്ഹി അല്ലെങ്കിൽ ഇനി ദർസു ഫിഖ്ഹിൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പൊതുവേ ദ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പം എ ഫിഖ് ക്ലാസ് എന്നുള്ളതിനേക്കാളും ദ പറയാതിരിക്കുകയാണെങ്കിൽ അത് ദ ഫിഖ് ക്ലാസ് എന്ന് അസ്യൂം ചെയ്യുന്നതാണ് കറക്റ്റ്. ഓക്കെ, അപ്പം എ ഫിഖ് ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ദർസു ഫിഖ്ഹി എന്ന് എഴുതാം. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ദർസുൽ ഫിഖ്ഹി ആണ് ബെസ്റ്റ്. അപ്പം ദർസുൽ ഫിഖ്ഹി. ഇനി ദർസു ഫിഖ്ഹിൻ ആരെങ്കിലും എഴുതി പോയിട്ടുണ്ടെങ്കിൽ തെറ്റില്ല. ഓക്കെ, ഇൻ ദ ന്യൂ ബിൽഡിംഗ് ടുഡേ. ഇൻ ഫി ബിൽഡിംഗ് അൽ മബ്ന. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വൊക്കാബുലറി ആണ്. ബൈഹാർട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ പേജ് മറിച്ച് നോക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ന്യൂ അൽ ജദീദ്. ഫി വന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മബ്ന എന്ന് പറയുന്നത് മബ്നി ആവണം എന്നുള്ളതാണ്. പക്ഷെ ഇത് എന്താണ്, ഒരു ഫിക്സഡ് വാക്കാണ് മബ്ന. നമുക്ക് ആ വാക്കുകളൊക്കെ കുറിച്ച് ഇൻഷാ അല്ലാ പിന്നീട് അടുത്ത ബുക്കിലൊക്കെ പഠിക്കാം. ഇപ്പൊ മനസ്സിലാക്കുക, ഈ മബ്ന എന്ന് പറയുന്ന വാക്ക് മജ്റൂർ ആയാലും എന്തായിരിക്കും, മബ്ന ആയിട്ട് തന്നെ നിൽക്കുള്ളൂ, മാറ്റമൊന്നും വരില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കെസ്ര കാണാവുന്നത്. പക്ഷേ മബ്നയുടെ വിശേഷണം എന്ന നിലക്ക് അൽ ജദീദ് എന്തായിരിക്കണം, മജ്റൂർ ആയിരിക്കണം. ഓക്കെ, ഫിൽ മബ്ന അൽ ജദീദി, ഫിൽ മബ്ന അൽ ജദീദി ടുഡേ അൽ യൗമ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ടുഡേ യൗം, അൽ യൗം, അൽ യൗമ. ഓക്കെ, മൻസൂബാണ്. എന്ത്, ദർഫു ലർഫുകൾ. അപ്പൊ ഇവിടെ ദർഫു സമാനാണ്, അവസാനം വന്നു, മൻസൂബാണ്. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ആൻസർ യെസ്, I have fiqh class. Along with hadith class in it. Along with അല്ലെങ്കിൽ just with മതി ട്ടോ. Along with hadith class in it. അതെ, എനിക്ക് ഫിഖ് ക്ലാസ് ഉണ്ട്. അതായത് ഹദീസ് ക്ലാസിന്റെ കൂടെ ഫിഖ് ക്ലാസ്, അതായത് ഹദീസ് ക്ലാസിന്റെ കൂടെ അതിൽ ഫിഖ് ക്ലാസ് ഉണ്ട്. ഇൻ ഇറ്റ് എന്ന് പറയുമ്പോൾ ഫീഹി ഓർ ഫീഹ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, എഴുതുക. Okay. Yes, naam. I have indi. ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. ഇന്തി, എന്തൊക്ക, എന്തഹു, അത് നിങ്ങൾ എഴുതിക്കോളൂ എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തൊക്കും, എന്തഹ, അതൊക്കെ എന്തയുടെ കൂടെ എല്ലാ ദോമീറുകളും ആഡ് ചെയ്തിട്ട്. ഐ ഹാവ് എന്ന് പറയുമ്പോൾ എന്തി, യു ഹാവ് എന്തൊക്ക, ഷീ ഹാസ് എന്തഹ, അതുപോലെ. ഓക്കെ, അപ്പം നാം, എന്തി, ഐ ഹാവ് ഫിഖ് ക്ലാസ്, ദർസുൽ ഫിഖ്ഹി, വിത്ത്, അലോങ് വിത്ത് അല്ലെങ്കിൽ വിത്ത് എന്ന് പറയുമ്പോൾ മഅ, കാരണം ഇവിടെ ഹാവ് അല്ലല്ലോ അല്ലെ മീനിങ് വരുന്നത്, കൂടെ. മഅ ഹദീസ് ക്ലാസ് ഇൻ ഇറ്റ്. ഹദീസ് ക്ലാസ് ദർസുൽ ഹദീസ് ആണ്, ദർസുൽ ഹദീസി ആണ് ഹദീസ് ക്ലാസ്. മഅ വരുന്നത് കൊണ്ട് ഈ ദർസ് എന്താവും, ദർസി ആവും. ഓക്കെ, ദർസുൽ ഹദീസി ആണ് ഹദീസ് ക്ലാസ്. മഅ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദർഫ് വരുമ്പോൾ ദർഫിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആവും അല്ലെ. അപ്പൊ മഅ ദർസിൽ ഹദീസി ഇൻ ഇറ്റ് ഫീഹി.
ഹി എന്ന് പറയുമ്പോൾ ക്ലാസ്സിനാണ് ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഹുവ എന്നുള്ളതിന്റെ ദൊമീറ മുത്തസിൽ ഫീ ഹി. ഓക്കെ, ഫീഹ ആവില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് ഷീ ഹാവ് ഹർ ലാർജ് ബ്രീഫ് കേസ് വിത്ത് ഹർ നൗ? ലാർജ് ബാഗ് എന്ന് പറയും, ബ്രീഫ് കേസ് വേണ്ട. ഡസ് ഷീ ഹാവ് her large briefcase with, sorry, ഇപ്പോൾ അവളുടെ എന്താണ് എന്താണ്, ഇപ്പോൾ അവളുടെ വലിയ ബാഗ് അവളുടെ കയ്യിൽ ഉണ്ടോ? ഓക്കെ, അവളുടെ വലിയ ബാഗ് ഇപ്പോൾ അവളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അവളുടെ കൂടെ ഉണ്ടോ? എഴുതിക്കോളാം. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ വിത്ത് ഹർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ സെന്റൻസിനെ ഒന്ന് ചെറുതായിട്ട് മാറ്റി എഴുതാണ്. എന്തെങ്കിലും മഴയും കൂടെ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും, അത് വേണ്ട. ഡസ് ഷീ ഹാവ് ഹർ ലാർജ് ബാഗ് നൗ, അത്രയും മതി. അവളുടെ എന്താണ്, അവളുടെ വലിയ ബാഗ് അവളുടെ അടുത്തുണ്ടോ, അല്ലെങ്കിൽ ഡസ് ഷീ ഹാവ് എന്നുള്ളതിന് എങ്ങനെ മലയാളത്തിൽ പറയാം? അവൾക്കുണ്ടോ, അവളുടെ വലിയ ബാഗ് അവളുടെ കയ്യിലുണ്ടോ? ഓക്കെ, ഡസ് ഷീ ഹാവ് ഹർ ലാർജ് ബാഗ് നൗ? ഓക്കെ, ഇവിടെ ഡസ് എന്ന് പറയുന്നത് ഡു ഒക്കെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഷീ ആയതുകൊണ്ടാണ് ഇത് ഡസ് വരുന്നത് ഇംഗ്ലീഷിന്റെ റൂൾ പ്രകാരം. ഡസ് എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് ഹൽ, ഷീ ഹാവ് അല്ലെങ്കിൽ ഷീ ഹാസ്. അപ്പം ഇവിടെ വേണമെങ്കിൽ ഹൽ ഐന്ദഹ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്, ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പം ഹൽ ഐന്ദഹ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. അടുത്തത് ഹർ ലാർജ് ബാഗ് അല്ലെങ്കിൽ ഹർ ബിഗ് ബാഗ്. ഹർ ബാഗ് ഹഖീബത്തുഹ, അവളുടെ ബാഗ്. ഹഖീബത്തുഹ ലാർജ് വിശേഷണം ബിഗ്. അൽ കബീറത്തു, കാരണം ഇവിടെ മർഫു ആണല്ലോ അല്ലെ. അപ്പം അൽ കബീറത്തു നമുക്കറിയാം, ഒരു ഇസ്മിന്റെ കൂടെ ദമീർ മുത്തസിൽ ഉണ്ടെങ്കിൽ ആ ഇസ്മിന്റെ വിശേഷണം എപ്പോഴും മാരിഫ ആയിരിക്കും. അതുകൊണ്ട് അൽ, പിന്നെ ഹഖീബത്ത് എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് കബീറത്ത്, പിന്നെ മർഫു. അപ്പൊ ഹൽ ഹഖീബത്തുഹ ഇൻദഹ, അല്ലെങ്കിൽ ഹൽ ഇൻദഹ ഹഖീബത്തുഹൽ കബീറത്തു അൽ ആന. നൗ എന്ന് പറഞ്ഞാൽ അൽ ആന.
ഇതിന് ഡയറക്റ്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചെറിയൊരു പ്രയാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാ. ഇത് നമുക്ക് ഈ ഒരു മഴയും എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് കേട്ടോ ആ ട്രാൻസ്ലേഷൻ പ്രയാസം എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നോക്കുമ്പം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് രണ്ടും വേണം തോന്നും. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പോലെയാണല്ലോ നമ്മളിത് പഠിപ്പിക്കുന്നത്, ഇൻഷാ അല്ലാ. ഇനി അടുത്തത് ഇതിനുള്ള ആൻസർ നോ, but it was on top of her table before the Aqeeda lesson. No, അല്ല. but പക്ഷേ it was on top of her table before the Aqeeda lesson. അല്ല, പക്ഷേ അത് അവളുടെ മേശയുടെ മേലെ. മേലെ എന്നുള്ള വാക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഓൺ ടോപ്പ് ഓഫ് ഹർ എന്ന് പറയുമ്പോൾ നമ്മുടെ അല അല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ ദർഫ് യൂസ് ചെയ്തിട്ട് എഴുതാനുള്ളതാണ്. ഓക്കെ, ഓൺ ടോപ്പ് ഓഫ് ഹർ ടേബിൾ ബിഫോർ, മുൻപേ. ഓക്കെ, ദ അഖീദ ലെസൺ, അവളുടെ അഖീദ ലെസന്റെ അഖീദ ക്ലാസ് അല്ലെങ്കിൽ പാഠത്തിന്റെ മുന്നേ അത് അവളുടെ മേശയുടെ മേലെ ഉണ്ടായിരുന്നു. അല്ല, പക്ഷേ അവളുടെ അഖീദ പാഠത്തിന്റെ മുൻപേ അത് അവളുടെ മേശയുടെ മേലെ ഉണ്ടായിരുന്നു. എഴുതുക. ഓക്കെ, നോ, ലാ, ബട്ട്, ഇറ്റ്, ലാക്കിന്ന, ഹ. ഇവിടെ ഹഖീബ ബാഗാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഹ. ഓക്കെ, ബട്ട് ഇറ്റ് ലാക്കിന്നഹ വാസ് ഓൺ ടോപ്പ് ഓഫ്, വാസ് കാനത്ത് അല്ലേ, ഹഖീബത്താണ്, ബാഗാണ്, അതുകൊണ്ട് കാനത്ത്. ഓൺ ടോപ്പ് ഓഫ്, ഫൗഖ, ഹർ ടേബിൾ, താവിലത്ത്. താവിലത്ത് ഹ ആണ് ഹർ ടേബിൾ. ഫൗഖ വന്നതുകൊണ്ട് ദർഫിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂറാവും. അപ്പോൾ ഫൗഖ താവിലത്തി ഹ. ഓക്കെ, ഹർ ടേബിൾ താവിലത്ത് ഹ, ഓൺ ടോപ്പ് ഓഫ് ഫൗഖ. ഫൗഖ ദർഫാണ്, ദർഫിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആവുന്നു. ഫൗഖ താവിലത്തി, പിന്നെ ഹ അവളുടെ. ബിഫോർ, ഖബല, ദ അഖീദ ലെസൺ, ദർസുൽ അഖീദത്തി. ഖബല വന്നതുകൊണ്ട് വീണ്ടും ഖബല ദർഫാണ്, ദർഫിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആവും. അപ്പൊ ഖബല ദർസിയായി. പിന്നെ ദർസുൽ അഖീദത്തി എന്നുള്ളത് ഖബല ദർസിൽ അഖീദത്തി എന്നായിട്ട് മാറി. അടുത്തത്, ഡസ് ഹി ഹാവ് എ ന്യൂ തഫ്സീർ ടീച്ചർ ടുമോറോ? ഡസ് ഹി ഹാവ് a new tafsir teacher tomorrow? അവന് നാളെ ഒരു പുതിയ തഫ്സീർ ടീച്ചർ ഉണ്ടോ? നമുക്ക് മലയാളത്തിലേക്ക് കേൾക്കുമ്പോൾ അതൊരുമാതിരി കുറച്ച് വേർഡായിട്ട് തോന്നും. നമ്മൾ മലയാളത്തിലാവുമ്പം ഇതിന് അവന് നാളെ പുതിയ തഫ്സീർ ടീച്ചർ വരുമോ എന്നുള്ള രീതിയിലേ ചോദിക്കുള്ളൂ അല്ലെ. പക്ഷെ ഡസ് ഹി ഹാവ് ഇംഗ്ലീഷിൽ അവന് നാളെ പുതിയ തഫ്സീർ ടീച്ചർ ഉണ്ടാവോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. എഴുതുക.
Does he have? Question word ആണ്. So hal he have. عنده. He has. Okay. عنده. A new tafsir teacher. Tafsir teacher മുദരിസു തഫ്സീരിൻ. ഓക്കെ, അല്ലെങ്കിൽ മുദരിസു തഫ്സീരി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എ എന്ന് ചോദിച്ചത് കൊണ്ടാണ് മുദരിസു തഫ്സീരിൻ ആയത്. ഓക്കെ, മുദരിസു തഫ്സീരിൻ. പിന്നെ ന്യൂ, ജദീദ്. കാരണം മുദരിസ് സ്ത്രീലിംഗമായിട്ടാണ് എഴുതിയത്. നമ്മൾ ഫീമെയിൽ ടീച്ചർ ആയിട്ടാണ് ആരെങ്കിലും എഴുതിയെന്നുണ്ടെങ്കിൽ മുദരിസത്തു തഫ്സീരിൻ ജദീദി ജദീദത്തുൻ എന്ന് എഴുതണം. ഇവിടെ മുദരിസു തഫ്സീരിൻ ജദീദുൻ. ഓക്കെ, മുദരിസു തഫ്സീരിൻ, ഈ ജദീദ് ടീച്ചർക്കുള്ള വിശേഷണമാണ്, അതുകൊണ്ട് ജദീദ് എന്ന് എഴുതി. മുദരിസത്താണ് എഴുതിയതെങ്കിൽ മുദരിസത്തു തഫ്സീരിൻ ജദീദത്തുൻ എന്ന് എഴുതണം. ടുമോറോ ഗാദൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഈ വാക്കുകളൊക്കെ. അതിന്റെ ആൻസർ യെസ്, he was a teacher in the college of hadith. Yes, he was a teacher in the college of hadith. അതെ, അവൻ ഹദീസ് കോളേജിലെ ഒരു അധ്യാപകൻ ആയിരുന്നു. അതിപ്പോ തൊട്ട് മുമ്പേ ചോദിച്ചില്ലേ ഇയാൾക്ക് പുതിയ തഫ്സീർ ടീച്ചർ വരുന്നുണ്ടോന്ന്. അപ്പൊ ആ തഫ്സീർ ടീച്ചറെ കുറിച്ചാണ് പറയുന്നത്, മുദരിസ് തഫ്സീറിനെ കുറിച്ചാണ് പറയുന്നത്. യെസ്, ഹി വാസ് എ ടീച്ചർ ഇൻ ദ കോളേജ് ഓഫ് ഹദീസ്. അതെ, അവൻ തഫ്സീർ ഹദീസ് കോളേജിലെ ഒരു അധ്യാപകൻ ആയിരുന്നു. എഴുതാം. യെസ്, നഅം, അതെ. ഹി വാസ്, ക്യാന ഹുവ എന്ന് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. ഹി വാസ് എ ടീച്ചർ, മുദരിസൻ. ക്യാനയുടെ പ്രെഡിക്കേറ്റ് അല്ലെ, ക്യാനയുടെ ഖബറാണ് ഇവിടെ മുദരിസ്. ഹി വാസ് എ ടീച്ചർ, അതുകൊണ്ട് തന്നെ മുദരിസൻ. ഇൻ ദ കോളേജ് ഓഫ് ഹദീസ്. ഇൻ ഫി ദ കോളേജ് ഓഫ് ഹദീസ്. കുല്ലിയത്തുൽ ഹദീസി. ഫി വന്നതുകൊണ്ട് കുല്ലിയത്തിൽ, ഫി വന്നതുകൊണ്ട് ഇത് കുല്ലിയത്തിയായി, കുല്ലിയത്തിൽ ഹദീസി. ഓക്കെ, നഅം കാന മുദരിസൻ ഫി കുല്ലിയത്തിൽ ഹദീസി. പക്ഷേ ഒരു 60% to 80% എങ്കിലും നിങ്ങളുടെ സെന്റൻസ് കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാഷാല്ല നല്ല പ്രോഗ്രസ് ആണ്. അതായത് 1-2 കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ ഓക്കെയാണ്. 100% കറക്റ്റ് ആണെങ്കിൽ മാഷാല്ല വളരെ നല്ല കാര്യം. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ എഴുതിയതും കറക്റ്റ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഒരു പക്ഷേ ഞാനിവിടെ പറയുന്ന എക്സാക്ട് ആവില്ല, ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി കഴിഞ്ഞാലും ഗ്രാമറ്റിക്കലി അത് കറക്റ്റ് ആവുന്ന സിറ്റുവേഷനും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഒരു 60% പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മാഷാല്ല ഹയർ, നല്ല കാര്യം തന്നെ. കാരണം നമ്മൾ കുറച്ച് വലിയ സെന്റൻസ് അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സെന്റൻസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നുമല്ല. കോളേജും പ്രൊഫസറും യൂണിവേഴ്സിറ്റിയും ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻഷാല്ലാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് ഖാലിദ്സ് ബുക്ക് ഇൻ യുവർ ബാഗ്? ഡു യു ഹാവ്, ഇവിടുത്തെ യു എന്ന് പറയുന്നത് ഫീമെയിൽ സിംഗുലർ ആണ്. ഡു യു ഹാവ് ഖാലിദ്സ് ബുക്ക് ഇൻ യുവർ ബാഗ്? നിന്റെ കയ്യില് അല്ലെങ്കിൽ നിനക്ക് ഖാലിദിന്റെ ബുക്ക് നിന്റെ ബാഗിൽ ഉണ്ടോ? ഓക്കെ, ഖാലിദിന്റെ ബുക്ക് നിന്റെ ബാഗിൽ ഉണ്ടോ? ഡു യു ഹാവ് ഖാലിദ്സ് ബുക്ക് ഇൻ യുവർ ബാഗ്? എഴുതാം. യു ഫീമെയിൽ സിംഗുലർ ആണ്.
ഡു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഹൽ യു ഹാവ്, യു ഫീമെയിൽ സിംഗുലർ, ഇന്ദക്കി ഫീമെയിൽ അല്ല മെയിൽ സിംഗുലർ ആണെങ്കിൽ ഇന്ദക്ക, ഫീമെയിൽ സിംഗുലർ ആയതുകൊണ്ട് ഇന്ദക്കി യു ഹാവ്. ഖാലിദ്സ് ബുക്ക് കിതാബു ഖാലിദിൻ. ഓക്കെ, ഇവിടെ മർഫു അല്ലാതിരിക്കാൻ റീസൺസ് ഒന്നുമില്ല. ഇൻ യുവർ ബാഗ്. ഫി ഹഖീബത്തിക്കി, നിന്റെ ഹഖീബത്തിക്ക്, കാരണം പെണ്ണിനോടാണല്ലോ ചോദിക്കുന്നത് അല്ലേ, സിംഗുലർ ഫീമെയിൽ ആണ്, അതുകൊണ്ട് ഹഖീബത്തിക്കി. ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. തെറ്റുമ്പം അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. എഴുതാതെ ഇത് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചാൻസ് നമുക്ക് മിസ്സാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുതാൻ ശ്രമിക്കാം. യെസ്, I have the book, but it is in my home. I have the book, but it is in my home. Okay. Yes, I have the book, but it's in my home. But it is in my home. എഴുതാം. മലയാളത്തിൽ പറഞ്ഞില്ല. അതേ, ഐ ഹാവ് ദ ബുക്ക്, ആ ബുക്ക് എനിക്കുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, എനിക്കുണ്ട്. ഓക്കെ, പക്ഷെ അതെൻ്റെ വീട്ടിലാണ്. യെസ്, നഅം, ഐ ഹാവ് ദ ബുക്ക്, അൽ കിതാബു ഇൻദി. ഓക്കെ, I have the book, al kitabu indi. Indi kitabun, indi al kitabu എന്ന് എഴുതുമോന്ന് എനിക്കറിയില്ല, അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. Al kitabu indi. I have the book. Lakinnahu, lakinna, but who, it, lakinnahu is എഴുതാറില്ല. In my home, fi baiti. My home, baiti, in fi. Okay. نعم الكتاب عندي لكنه في بيتي. അടുത്ത ക്വസ്റ്റ്യൻ. Does she have a fiqh class in the library now? Does she have a fiqh class in the library now? അവൾക്ക് ലൈബ്രറിയിൽ ഇപ്പോൾ ഒരു ഫിഖ് ക്ലാസ് ഉണ്ടോ? അവൾക്ക് ലൈബ്രറിയിൽ ഇപ്പോൾ ഒരു ഫിഖ് ക്ലാസ് ഉണ്ടോ? എഴുതുക. ഓക്കെ, ഡസ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഹൽ, ഷീ ഹാവ് അല്ലെങ്കിൽ ഷീ ഹാസ് എന്ന് പറയുമ്പോൾ ഇന്ദഹ എ ഫിഖ് ക്ലാസ്, ദർസു ഫിഖ്ഹിൻ. എ ഫിഖ്, എ എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ദർസു ഫിഖ്ഹിൻ. ഇൻ ഫി ദ ലൈബ്രറി, അൽ മക്തബത്തി, ഫി വന്നതുകൊണ്ട് അൽ മക്തബത്തി മജ്റൂർ. നൗ അൽ ആൻ. Okay. هل عندها درس فقه في مكتبة الآن? Answer.
No, she has tafsir class today. അല്ല, അവൾക്ക് തഫ്സീർ ക്ലാസ് ഉണ്ട് ഇന്ന്. അവൾക്ക് ഇന്ന് തഫ്സീർ ക്ലാസ് ഉണ്ട്. എഴുതാം. ഇല്ല. عندها درس التفسير. Oh, sorry. No, അല്ല. She has عندها തഫ്സീർ ക്ലാസ് ദർസു തഫ്സീരി. ഞാൻ പറഞ്ഞു പ്രത്യേകം എയോ ദായോ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ ദാ വെച്ച് പോകുന്നതാണ് നല്ലത്. തഫ്സീർ ക്ലാസ്. ഓക്കെ. ദർസു തഫ്സീരി ടുഡേ അൽ യൗം. അൽ യൗമ. ലാ ഇൻദഹ ദർസു തഫ്സീരി അൽ യൗമ. ഓക്കെ. അപ്പം അത്രയാണ് എക്സാമ്പിൾസ്. നമുക്ക് എന്തയുടെ ഒരു കുഞ്ഞു റൂളും കൂടെ പറഞ്ഞിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എന്താ എന്ന് ഉള്ളത് വേറൊരർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഹാവ് ഓർ ഹാസ് വെച്ചിട്ടാണ് ഇപ്പൊ എന്താ പഠിച്ചത് അല്ലെ. തൊട്ട് മുന്നേ നമ്മൾ എന്തയുടെ മീനിങ് ഹാവ് ഓർ ഹാസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. ഇനി നമുക്ക് എന്തൊക്കെ നിയർ എന്ന അർത്ഥമുള്ള അരികിൽ എന്ന അർത്ഥമുള്ള എന്താ എങ്ങനെയാന്ന് നോക്കാം. ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ അടുത്ത്, ഓക്കെ, ഒരു ഹ്യൂമൻ ഒരു നോൺ ഹ്യൂമന്റെ അരികിലുണ്ടെങ്കിലാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. ഒരു ഉദാഹരണം എഴുതാം, അപ്പൊ മനസ്സിലാവും. ഹ്യൂമൻ നിയർ ഒബ്ജക്റ്റ്. ഓക്കെ. മനുഷ്യന് ഒരു ജീവനില്ലാത്ത വസ്തുവിന്റെ അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒന്നിന്റെ അടുത്താവുമ്പോഴാണ് എന്താ ഉപയോഗിക്കുക. എക്സാമ്പിള് ഖാലിദുൻ ജാലിസുൻ ഇൻദൽ ബാബി. ഖാലിദുൻ ജാലിസുൻ ഇൻദൽ ബാബി. മീനിങ് Khalid is sitting near the door. Khalid is sitting near the door. ഇവിടെ ഒരു മനുഷ്യൻ ഒരു വസ്തുവിന്റെ അരികെയാണ്. ഓക്കെ. എന്നാൽ രണ്ട് വസ്തുക്കൾ, അത് ജീവനില്ലാത്ത രണ്ട് കാര്യങ്ങളാണെങ്കിൽ അവിടുത്തെ നിയർ എന്ന് പറയുന്നത് ഖരീബാണ്. അൽ ബൈത്തു ഖരീബും മിനൽ മദ്രസത്തി. എന്താ അർത്ഥം? ദ ഹൗസ് ഇസ് നിയർ ദ സ്കൂൾ. ദ ഹൗസ് ഈസ് നിയർ
ദ സ്കൂൾ. ആ വീട് ആ സ്കൂളിന്റെ അടുത്താണ്. അപ്പം എന്താ നമ്മൾ പഠിച്ചത്? നിയറിന് അടുത്ത്, അരികിൽ എന്നൊക്കെ അർത്ഥം വരുന്ന എന്താ യൂസ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഒരു നോൺ ഹ്യൂമൻ ഒബ്ജക്റ്റിന്റെ അടുത്താണെങ്കിലാണ് എന്താ ഉപയോഗിക്കുക. ഖാലിദുൻ ജാലിസുൻ എന്തൽ ബാബി. ഖാലിദ് ഒരു ഡോറിന്റെ അടുത്ത് ഇരിക്കുന്നവനാണ്. ഇനി രണ്ട് ഒബ്ജക്ട്സ്, രണ്ട് നോൺ ഹ്യൂമൻ സാധനങ്ങളാണെങ്കിൽ ഖരീബുൻ ആണ് അരികിൽ എന്നുള്ള അർത്ഥത്തിൽ വരിക. അപ്പം അൽ ബൈത്തു ഖരീബും മിനൽ മദ്രസത്തി. നമുക്കറിയാം ഖരീബിന്റെ യൂസേജ് ഖരീബും മിൻ ആണെന്നല്ലേ. ഖരീബുൻ മിൻ അല്ലെങ്കിൽ ഖരീബുൻ ഇല. അപ്പം അൽ ബൈത്തു ഖരീബും മിനൽ മദ്രസത്തി. അൽ ബൈത്തു ഇൻദൽ മദ്രസത്തി എന്നുള്ള യൂസേജ് തെറ്റാണ്. ഓക്കെ, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. സൂറത്ത് ഇബ്രാഹിമില് േഴ്. തേർഡ് ലൈൻ നോക്കിക്കേ. എന്ത ബൈത്തിക്കൽ മുഹറമി. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? നിന്റെ പവിത്രമായ ഭവനത്തിന്റെ അടുത്ത് ഞാനിതാ താമസിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ ഒരു ഹ്യൂമൻ എന്താണ് നിയർ അ നോൺ ഹ്യൂമൻ അല്ലെ. ഒരു മനുഷ്യൻ ഒരു ജീവനില്ലാത്തതിന്റെ അടുത്ത്, അതായത് ബൈത്തുൽ മുഹറം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എന്താണ് പരിശുദ്ധമായ കഅബ അല്ലെ. അപ്പൊ കഅബ ജീവനില്ലാത്തതാണ്. അപ്പം കഅബയുടെ അരികിൽ ഒരു മനുഷ്യന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇന്ദ ബൈത്തിക്കൽ മുഹറം. ഓക്കെ, അപ്പം അതാണ് എന്താ. ഇനി എന്റെയും ഖരീബും വെച്ച് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നു അതിന് ഇന്നിപ്പോ സമയം ഉണ്ടാവില്ല. കുറേ അധികം സെന്റൻസസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്താലോ, ഇതിന്ന് ഹോംവർക്ക് ആയിട്ട് തരാം. അടുത്ത ആഴ്ചത്തേക്ക് എന്തായാലും ടെസ്റ്റിനുള്ള പോർഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇന്ന് ഞാൻ അതിന്റെ സെന്റൻസസ് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ട് ഹോംവർക്ക് ആയിട്ട് തരാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിന് അറബിയിലേക്ക് എഴുതിയിട്ട് കൊണ്ടുവന്നാൽ മതി ഇൻഷാ അല്ലാഹ്. ഓക്കെ, കാരണം അത് എഴുതി തുടങ്ങിയ ഒരു അരമണിക്കൂറിലധികം എന്തായാലും വേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഇന്ന് നിർത്തുകയാണ്. ഇനി നമുക്ക് എന്തയുടെ ഒരു 2-3 യൂസേജും കൂടെ പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഇതേപോലെ ഒരു സെറ്റ് എക്സാമ്പിളും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ ലെസന്റെ എക്സസൈസ് ആയി. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ക്ലാസ്സും കൂടെ മതി ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ 6th ലെസൺ കഴിയാണ്. പിന്നെ അതിന്റെ വലിയ എക്സസൈസും ചെയ്ത് എക്സാം നടത്താം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.